الحمد لله رب العالمين نحمده ونستعين به ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادعوا ربكم تضرعا وخفيا إنه لا يحب المعتدين ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മള് ഈ വേനലിൽ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം നടത്തുകയുണ്ടായി പല സ്ഥലത്ത്. അതുപോലെ തന്നെ ഫലസ്തീനിൽ ഗസക്ക് വേണ്ടിയും റഫക്ക് വേണ്ടിയുമൊക്കെ ഒരുപാട് നമ്മൾ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? പ്രാർത്ഥനയൊന്നും ഒരു പരിഹാരമല്ല എന്ന രൂപത്തിലാണ് ചില ഇസ്ലാം വിരോധികൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ വിചാരിക്കുന്നത് പ്രാർത്ഥിച്ചാൽ ഉടനെ തന്നെ അതിന്റെ ഉത്തരം കിട്ടണമെന്നാണ്. അങ്ങനെ ഒരു ധാരണ നമുക്കുണ്ട്. പലപ്പോഴും ഈ കറാമത്ത് കച്ചവടക്കാര് ഔലിയ പട്ടം സ്വീകരിക്കുന്ന ആളുകളുടെയൊക്കെ മഹത്വങ്ങൾ പറയാറുള്ളത് അങ്ങനെയാണ്. അതായത് എന്താണ് ചോദിച്ചതെങ്കിൽ അതൊക്കെ അപ്പോഴക്കപ്പോൾ അവര് നടത്തിത്തരും എന്നതാണ്. ഈ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നമ്മള് എല്ലാം ബോധ്യമായിട്ടും അത്തരം അത്ഭുതങ്ങളോ മറ്റൊക്കെ കാണിക്കുന്ന ആളുകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം അങ്ങനെ ഒരു ഉത്തരം കൊടുക്കുന്ന പരിപാടി അല്ലാഹു തആല തീരുമാനിച്ചിട്ടില്ല. അതാദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് നമ്മുടെ ഉദ്ദേശത്തിനനുസരിച്ച് പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം തരില്ല. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. മറിച്ച് മൂന്നിലൊന്ന് സംഭവിക്കും എന്നതാണ്. ഒന്നുകിൽ നമുക്ക് ഖൈറ് ആ ചോദിച്ചതാണെങ്കിൽ അത് അള്ളാഹു തരും. ഒരു കുട്ടി അസുഖം വന്ന് എന്റെ കുട്ടിയുടെ അസുഖം മാറ്റണേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ അസുഖം മാറിയിട്ട് നമുക്കൊരു ഖൈറ് അതുകൊണ്ട് ഉണ്ട് എങ്കിൽ അല്ലാഹു തആല അത് നമുക്ക് തരും. അല്ലെങ്കിൽ അതിനേക്കാൾ ഖൈറ്, നമ്മൾ പല പ്രാർത്ഥനയിലും അത് ഉൾപ്പെടുത്താറുണ്ട്. ഇല്ലെങ്കിൽ പടച്ചവനെ അതിനേക്കാൾ ഖൈറ് എനിക്ക് തരണേ. അങ്ങനെയാണല്ലോ മരിച്ചാൽ, മരിക്കുന്നത് കേട്ടാൽ, മരിച്ചു എന്ന് കേട്ടാൽ നമ്മൾ അങ്ങനെ പറയാം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, ഈ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം തരികയും ഇതിനേക്കാൾ ഉത്തമമായത് നൽകുകയും ചെയ്യണേ എന്നാണ് അപ്പോഴുള്ള പ്രാർത്ഥന.
അത് അല്ലാഹ് സ്വീകരിക്കുന്നൊരു കാര്യമാണ്. ആ ഒരു കുട്ടി മരിച്ചു പോകലാണ് അദ്ദേഹത്തിന് ഖൈർ എങ്കിൽ ചിലപ്പോ രോഗം മാറണം, കുട്ടിയുടെ രോഗം മാറണേ, അസുഖം മാറണേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ ചിലപ്പം ആ കുട്ടി മരിച്ചു പോവുക ചെയ്യും. കാരണം അതാണ് അല്ലാഹു തആല നമുക്ക് തിരഞ്ഞെടുക്കുന്ന ഖൈർ. അതും പ്രാർത്ഥനയുടെ ഉത്തരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ തലവേദന വരുമ്പോൾ പാരസെറ്റാമോൾ കുടിച്ചാൽ മാറണ പോലെ ദ്വാരന്ന അത് അപ്പൊ തന്നെ ശരിയാവും എന്നുള്ള നമ്മുടെ അറിയാത്ത വിശ്വാസമാണ് പലപ്പോഴും മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നതും നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നതും. ഇനി അതുമല്ലെങ്കിലോ പ്രാർത്ഥന എന്നുള്ളത് ഒരു ഇബാദത്ത് എന്ന രൂപത്തിൽ രണ്ടും സംഭവിച്ചില്ല എങ്കിൽ നമുക്ക് ലഭിക്കുന്നത് ആ പ്രാർത്ഥനയുടെ പ്രതിഫലമാണ്. ഇത് അടിസ്ഥാനപരമായി ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം സദാസമയത്തും, എപ്പോഴും നടത്താവുന്ന ഒരു ഇബാദത്താണ്. അപ്പൊ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ കാര്യമാണ്. മറ്റൊന്ന് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതിന്റെ ഒരു തുടർച്ച എന്ന നിലക്കാണ് പറയുന്നത്. പ്രാർത്ഥന എന്നതിന് ചില മര്യാദകളും പാലിക്കണം. അതും ഉത്തരം ലഭിക്കാതിരിക്കാൻ, ഈ മര്യാദകൾ ചിലപ്പോൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഉത്തരം ലഭിക്കാതിരിക്കാൻ അതൊരു കാരണമാണ്. ആ ആദാബുകളുണ്ട്, ആദാബു ദുആ എന്നതിന് പറയും. ഒക്കെ ഹദീസിൽ വന്ന കാര്യങ്ങളാണ്, അധികം ഒന്നും പറയുന്നില്ല. ഒന്നാമതായി ഖുർആൻ പറഞ്ഞത് ഉദ്ഉനി അസ്തജിബ് ലക്കും, അതൊരു ഇബാദത്താണ്. ആ ഇബാദത്ത് റബ്ബിനോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്തും ചോദിക്കാതെ സഹാബികൾ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹിനോട് ചോദിക്കുന്ന, അള്ളാഹിനോട് പ്രാർത്ഥിക്കും. ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പടച്ചവനോട് പ്രാർത്ഥിക്കും. അത് കഴിവുള്ളവനാണ് പടച്ചവൻ. അതാ വിശ്വാസമാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് തൗഹീദായിരിക്കണം ഇവനെ മനസ്സിലുണ്ടാവേണ്ടത്. ശിർക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഉറച്ച വിശ്വാസം വേണം. ഞാൻ പ്രാർത്ഥിച്ചാൽ അതെന്തിനും വേണമല്ലോ. ഇപ്പോഴത്തെ ഈ എന്താ പറയാ മോട്ടിവേഷന്റെ ആളുകളൊക്കെ പറയാറുണ്ട്, നിങ്ങൾ മനസ്സിലത് വിചാരിച്ചിട്ട് ചെയ്യണമെന്ന്. ബിസിനസ്സുകാരും ടീച്ചേഴ്സും അവരൊക്കെ മോട്ടിവേഷന്റെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അത് പറയുന്ന ഒരു ആത്മവിശ്വാസം അതിൽ നമുക്കുണ്ടാവും. ഇവിടെ നമുക്കതിന് ഈമാൻ എന്ന് പറയാം. അല്ലാഹു തആല തീർച്ചയായും അതിന് ഉത്തരം കിട്ടും. ഉത്തരം കിട്ടുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലുണ്ടാവും. പ്രാർത്ഥിച്ചതിനൊരു ഫലം ഇല്ലാതിരിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ അതിന് ഉത്തരം ഉണ്ടാവും. കൃത്യമായിട്ട് നമ്മൾ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഉത്തരം ഉണ്ടാവും. മറ്റൊരു കാര്യം പ്രധാനമായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യമാണ്, ഹറാമായ ഒരു കാര്യവും റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നല്ല കാര്യം പ്രാർത്ഥിക്കാൻ പോകും. എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക്, മക്കളാവട്ടെ, കുടുംബക്കാരാവട്ടെ, വേറെന്തെങ്കിലും കാര്യമാവട്ടെ, പ്രാർത്ഥിക്കാൻ പാടില്ല. നമുക്ക് എതിരായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ലാ തദ്ഉ അലാ അൻഫുസിക്കും വലാ തദ്ഉ അലാ ഔലാദിക്കും. നിങ്ങൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. മരിച്ചുപോയാൽ മതിയായിരുന്നു പറയാൻ പാടില്ല. പലപ്പോഴും ദുർബലരായ സ്ത്രീകളൊക്കെ അങ്ങനെ പറയും, മരിക്കായിരുന്നു ഇതിലേറെ ഭേദം പറയാൻ പാടില്ല. നമുക്കെതിരായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മുടെ മക്കൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. അത് പ്രാർത്ഥനയുടെ ഒരു മര്യാദയാണ്. നമ്മോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മരണം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. വലാ യതമന്നയന്ന അഹദുകുമുൽ മൗത്ത്. മരണം ആഗ്രഹിക്കാൻ പാടില്ല. അത് സമയമായാൽ നടന്നോളും, നമുക്ക് പ്രത്യേക പങ്കൊന്നുമില്ല. ഇനി അഥവാ മരിച്ചേ പറ്റുള്ളെങ്കിൽ ഒരു പ്രാർത്ഥനയാണ് നിബിധങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹുമ്മ അഹ്യിനി ഇൻ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി വതവഫനി ഇൻ കാനത്തിൽ മമാത്തു ഖൈറൻ ലി. പ്രാർത്ഥിക്കുക,
അല്ലാഹുവേ മരിക്കാണ് എനിക്ക് ഖൈറ് എങ്കിൽ എന്നെ നീ മരിപ്പിക്കണം. അതല്ല എനിക്ക് ജീവിക്കുകയാണെങ്കിൽ അതാണ് ഖൈറ് എങ്കിൽ എന്നെ നീ നല്ല നിലയ്ക്ക് ജീവിപ്പിക്കണം എന്ന് പടച്ചോന് വിട്ടുകൊടുക്കുന്ന ഒരു പ്രാർത്ഥനയെ പാടുള്ളൂ എന്നുള്ളത്. നമുക്കെതിരെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഹറാമായ ഒരു സംഗതിക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് ദുആഇന്റെ മര്യാദയാണ്. മറ്റൊന്ന്, ഹറാമ് തിന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. ഹറാമ് നമ്മൾ തിന്നണ കാര്യം വയറ്റിലേക്ക് ചെല്ലുന്നത് ഹറാമാണെങ്കിൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും. ഹസനുൽ ബസ്രി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം എന്ത് പ്രാർത്ഥിച്ചാലും അനുകൂലമായ ഉത്തരം കിട്ടും. പ്രത്യക്ഷത്തിൽ കാണാവുന്ന തരത്തിലുള്ള ഉത്തരം കിട്ടും. അതുകൊണ്ട് അദ്ദേഹത്തോട് ആളുകളൊക്കെ പ്രാർത്ഥിക്കാൻ പറയും. അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, അതിന്റെ രഹസ്യം എന്ത്? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ എന്തൊരു സാധനം എന്റെ വായിലേക്ക് വെക്കുന്നുണ്ടെങ്കിലും ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, ഹറാമാണോ ഹലാലാണോ എന്ന് നോക്കാതെ ഒരു സാധനം ഞാൻ ഇന്നേ വരെ എന്റെ വായിലേക്ക് വെച്ചിട്ടില്ല. കൃത്യമായിട്ട് അദ്ദേഹം പറയാം. വേറൊന്നും കാണാനല്ല. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ പ്രാർത്ഥിച്ചാലും ഹറാമ് തിന്നിനോടത്തോളം കാലം നമുക്ക് ഉത്തരം കിട്ടും. അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യൻ അക്ബർ, പ്രത്യേകിച്ച് മക്കത്തൊക്കെ പോകുമ്പോ പൊടി വരണ്ട്, പിന്നെ തുണിയിലൊക്കെ ചളിയായി, മുടിയൊക്കെ ജടക്കുത്തി, അങ്ങനെ പറയും യാ റബ്ബ് യാ റബ്ബ്. പടച്ചവനോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ചില ഇബാദത്ത് ചെയ്യണ ചില ആളുകൾ. അന്നാ യുസ്തജാബു ലഹു, എവിടുന്ന് ഉത്തരം കിട്ടാനാണ്? മത്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം. അല്ലാഹു റസൂൽ അവൻ തിന്നണത് ഹറാമാണ്, അവൻ ധരിച്ചത് ഹറാമാണ്. ഹറാമിലാണ് അവന്റെ പോഷകം മുഴുവനും, ശരീരത്തിലുള്ള എന്തൊക്കെ പോഷകമൂല്യങ്ങളുണ്ടോ ഒക്കെ ഹറാമ് കൊണ്ടുണ്ടായതാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമ് കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് അന്നാ യുസ്തജാബു ലഹു, എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നത്? ഇത് നമ്മൾ വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. കൈക്കൂലിയായിട്ടുണ്ടാവും, പലിശയായിട്ടുണ്ടാവും, മറ്റുള്ളവനെ പറ്റിച്ചുണ്ടാക്കിയതുണ്ടാവും. നമ്മളൊക്കെ വിചാരിക്കും അത് ബിസിനസിന്റെ നേട്ടമാണ്, അല്ലെങ്കിൽ വിചാരിക്കും അത് എന്റെ കഴിവ് കൊണ്ടാണ്. അതൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയെ അറിയാതെ പൂഴ്ത്തിവെച്ചതായിരിക്കാം. പല സാധ്യതകളും. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. നമ്മൾ ആർക്ക് വേണ്ടി, ഗസ്സക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, വേറെ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. അതിനൊരു മര്യാദ. മറ്റൊന്ന്, മനുഷ്യൻ വൃത്തിയുള്ളവനായിരിക്കണം എന്ന്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു മാർഗമാണ് വൃത്തി ഉണ്ടാകുക. ഒരു മനുഷ്യൻ പൊതുവെ വൃത്തി ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഒളു ഉണ്ടായിരിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പടച്ചവനോട് കാര്യം പ്രാർത്ഥിക്കാതിരിക്കുമ്പോ ഒളുവോട് കൂടിയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിശ്വാസി സദാസമയത്തും ഒരു അംഗശുദ്ധി വരുത്തിയവനാവണം, ഒളുണ്ടാവണം. അതുപോലെ തന്നെ ശരീരമൊക്കെ ഒരു വൃത്തിയുള്ള ആളായി മാറണം. ഫിത്രത്തുകൾ ഞാൻ പറയാൻ കാരണം, ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡാണ്. ഈ 18, 19, 20 വയസ്സായ കുട്ടികൾ കക്ഷം പഠിക്കൂല. കക്ഷം വൃത്തികേടായിരിക്കും. കുളിക്കാത്തത് മുസ്ലിം പെൺകുട്ടികൾ, മലപ്പുറത്തൊക്കെ ഉള്ള മുസ്ലിം പെൺകുട്ടികൾ പറയാണ്, യൂട്യൂബ് ആരൊക്കെ ചോദിക്കുമ്പോൾ പറയണേക്കാം, എപ്പോഴെങ്കിലൊക്കെ നോക്കുമ്പോ കാണാം, ഒരാഴ്ച കുളിച്ചിട്ട് ഞാൻ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കുളിക്കലുള്ളൂ. കുളിക്കാതിരിക്കലൊരു ഫാഷനായിട്ട്. എന്തറിയോ, ഈ മയ്യത്ത് കുളിപ്പിക്കുമ്പോ നമ്മളെപ്പോഴും വൃത്തിണ്ട്. എപ്പോ മരിക്കാന്ന് പറയാൻ പറ്റില്ല. ഇത് ബാക്കിയുള്ളവരെ ഏൽപ്പിക്കരുത്. ഈ മയ്യത്ത് കുളിപ്പിക്കണോ, നമ്മുടെ കക്ഷവും നമ്മുടെ ഗുഹ്യഭാഗമൊക്കെ എന്തായാലും കഴുകി വൃത്തിയാക്കേണ്ട മനുഷ്യന്മാരാണ് നമ്മളെ മയ്യത്ത് കുളിപ്പിക്കേണ്ട ആൾക്കാർ. നമ്മളെപ്പോഴും ഇതിന് റെഡി ആയിരുന്നില്ലെങ്കിൽ ഇറങ്ങുമ്പോ ഒരു ബസിന്റെ അടിയിൽപ്പെട്ട് നമ്മളെ പണി കഴിഞ്ഞാൽ ഈ മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ മുഴുവനും മനസ്സുണ്ടെങ്കിലും
വെറുക്കും. അതിന് കഴിഞ്ഞ പ്രാവശ്യം ഒരു മയ്യത്ത് സംസ്കാരത്തിന്റെ ക്ലാസ്സിൽ ആൾ പറയാ, ജടക്കുത്തിയിട്ട് കക്ഷത്തിലെ രോമം വരെ ഞങ്ങൾക്ക് വടിച്ചു നീക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ പ്രായപൂർത്തിയായ കുട്ടികളൊക്കെ 18, 19 വയസ്സായ ആൺകുട്ടികളും പെൺകുട്ടികളും ഇതൊന്നും വൃത്തിയാക്കേണ്ട കാര്യം അവർക്ക് അറിയില്ല. എന്നിട്ട് ഇത് വേണമെന്നിട്ട കാര്യം. അപ്പോ ഫിത്രത്താണ് അതൊക്കെ, ഒരു വൃത്തിയാണ്. മൊത്തത്തിലൊരു മനുഷ്യനൊരു വൃത്തി ഉണ്ടായിരിക്കണം. നിറള്ള തുണികുപ്പായ ഉണ്ടാവണമെന്നതിനർത്ഥമല്ല, മനുഷ്യന്റെ ശരീരമൊക്കെ ഒരു വൃത്തിയായിരിക്കണം. എപ്പോ മരിച്ചാലും നമ്മളെക്കൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നവർക്ക് ഒരു ശല്യം ഉണ്ടാകാൻ പാടില്ല. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്നത്തെ തലമുറ 18, 19, 20 വയസ്സാകുമ്പോൾ ബൈക്കിന്റെ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു പോവുകയാണ്. പക്ഷെ ഇപ്പം വൃത്തിയില്ല. ഇങ്ങനെയാണ് നമ്മുടെ തലമുറ വളർന്നു വരുന്നത്, ബോധമല്ല. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കണം, നമ്മളും ശീലിക്കണം. ഇതൊക്കെ ഒരു സിമ്പിളാക്കി എടുക്കാൻ പാടില്ല, അതൊക്കെ ഒരു ഗൗരവമുള്ള വിഷയമാക്കി നമ്മൾ എടുക്കണം. എന്നിട്ട് ഒരു ഒതു ഉണ്ടായിരിക്കുക, ഇതൊരു മനുഷ്യനെപ്പോഴും വേണം. ഒതു മുറിഞ്ഞ എപ്പോഴും വേണമെന്നല്ല. അപ്പൊ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഒതുവോടൊക്കെ കൂടെ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ പടച്ചവനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. ഉള്ളൻ കൈ, ഇങ്ങനെ ആമി എടുക്കാണ്ട് ഒരു പരിപാടി ഉണ്ട്. ആമി എടുക്കാണ്ട് ആരോ നമ്മുടെ ചെറുപ്പത്തിൽ പഠിപ്പിച്ചു വിട്ടിട്ടു ഇങ്ങനെ ഒരു വെക്കൽ, അതൊന്നുമില്ല. ഉള്ളൻ കൈ, ഉള്ളൻ കഫ് ഹദീസിൽ വന്നതാണ്. അല്ലാഹു തആല ഇന്നല്ലാഹ ലഹയ്യുൻ, അള്ളാഹ്ക്ക് ലജ്ജയാണ്, അള്ളാഹ്ക്ക് വലിയ മടിയാണ്. എന്ത്? അവനിലേക്കൊരു കൈ ഉയർത്തിയാൽ അത് വെറുതെ മടക്കുന്നത് അള്ളാഹ്ക്ക് വലിയ ലജ്ജുള്ള കാര്യം. എന്തെങ്കിലും തരും, കൈ നീട്ടിയാലേ തരുള്ളൂ. ആരും അള്ളാന്റെ മുന്നിലല്ലേ. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് കൈ ഉയർത്തുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയാക്കി. അള്ളാഹിനോട് ചോദിക്കുമ്പോൾ കൈ ഉയർത്തി ചോദിക്കും, ഇങ്ങനെ പിടിച്ചു ചോദിക്കും. പക്ഷെ അതിന് വേറെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ മിമ്പറിൽ ഇമാമ് ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, മിമ്പറിൽ ഇമാമ് ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല. പക്ഷേ മിമ്പറിൽ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കഷ്ടം വെളിവാകുന്ന രൂപത്തിൽ കൈ ഉയർത്തിയിരുന്നു എന്നാണ്. അപ്പൊ മിമ്പറിൽ വെച്ച് ഇമാമ് ദുആ ചെയ്യുമ്പോൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്താതെ ദുആ ചെയ്തതാണ് നമുക്ക് മാതൃകയാക്കി തന്നിട്ടുള്ളത്. അപ്പൊ മഅ്മൂമിങ്ങൾ എന്ത് ചെയ്യണം? ഇമാമ് ദുആ ചെയ്യുമ്പോൾ ഖുത്ബന്റെ അവസാനത്തിൽ അല്പം ദുആ ചെയ്യാം. കുറച്ച് കാര്യം കുറേ നീട്ടിക്കൊണ്ടോണ്ട ആവശ്യം. ആ ദുആയിൽ മഅ്മൂമിങ്ങൾ എന്ത് ചെയ്യണം? അവരാമീൻ പറയണം. പക്ഷെ കൈ ഉയർത്തണോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഇമാമിനോട് തുടരണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇമാം കൈ ഉയർത്താത്തത് കൊണ്ട് മഅ്മൂമുകളും കൈ ഉയർത്തേണ്ടതില്ല. അപ്പൊ വെള്ളിയാഴ്ച ദിവസമുള്ള ഖുത്ബയിലുള്ള ഇമാമിന്റെ പ്രാർത്ഥന, അതിൽ ഇമാമും കൈ ഉയർത്തേണ്ടതില്ല, ശ്രോതാക്കളും അല്ലെങ്കിൽ താഴെ ആമീൻ പറയുന്നവരും കൈ ഉയർത്തേണ്ടതില്ല. അത് ദുആഇന്റെ ഒരു മര്യാദയാണ്. മറ്റൊന്ന് ഞാൻ ഓതിയ ആയത്താണ് സൂറത്തുൽ അഅറാഫിലെ 55-ാമത്തെ വചനം. റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മര്യാദയൊക്കെ പാലിക്കാണ്ട്, ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ, വളരെ വിനയത്തോടു കൂടിയായിരിക്കും റബ്ബിനോട് ചോദിക്കേണ്ടത്. വഖുഫിയ, പതുക്കെ പ്രാർത്ഥിക്കണം. സ്വന്തം ഖുർആൻ ഓതുന്നതിനേക്കാൾ ശബ്ദം താഴ്ത്തിയിട്ട് പ്രാർത്ഥിക്കണം വേണം. നമ്മളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ഖുർആൻ ഓതുമ്പോൾ നമുക്കൊരു സൗണ്ട് ഉണ്ടല്ലോ, അതിലും ചെറിയ സൗണ്ടിലാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത്. ഒരിക്കൽ യുദ്ധം എന്തോ കഴിഞ്ഞു വരുമ്പോ സഹാബികൾ ഉറക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അയ്യുഹന്നാസ് ഇർബിഉ അലാ അൻഫുസികും ഇന്നകും ലാ തദ്ഊന അസമ്മാ. കൂട്ടരെ, ഒന്ന് കുറച്ച് സ്ലോ ആക്കുക, കുറച്ച് കുറക്കുക. നിങ്ങൾ ചെവി കേൾക്കാത്ത ആളല്ല വിളിക്കണത്, അതുകൊണ്ട് പതുക്കെ വിളിക്കുക. റസൂലുള്ളാഹി ആയത്ത് ഓതിയത് ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ, നിങ്ങൾ പതുക്കെ പ്രാർത്ഥിച്ചാൽ മതി. അതായത് ഈ ഷിയാക്കൾ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഇതിനെതിരാണ്. ഷിയാക്കളുടെ പ്രാർത്ഥനയാണ് ഉറക്കുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ മാലമൗലൂദുകളിൽ അബ്ദുൽ ഖാദിർ ജീലാനി. ഞാൻ പറയേണ്ട, ഒരു മനുഷ്യനോടന്നെ അങ്ങനെ വിളിച്ചാൽ എന്തേക്കാൻ സ്ഥിതി? അടുപ്പ് ഉറക്കൻ വിളിച്ചാല്
ഒന്ന് പതുക്കെ പറഞ്ഞ എങ്ങനെ അതിന്റെ ചൂട് പൊട്ടിയാൽ ഒരു മനുഷ്യനോട് തന്നെ പറ്റാത്ത കാര്യം അള്ളാഹിനോട് ചെയ്യണതേ. മനുഷ്യന് ചിലപ്പോൾ ചൂടേക്കാത്തോന്ന് അങ്ങനെയൊക്കെ വിളിക്കേണ്ടിയിരുന്ന അള്ളാഹ്ക്ക് അങ്ങനെ സംഭവമില്ല. അതൊക്കെ ഷിയാക്കൾ കൊണ്ടുവന്നതാണ്. ചാടിയിട്ടും പേടിയിട്ടും കടന്നിട്ടും കൊട്ടിയിട്ടും ദഫും ഇതൊന്നും ഇസ്ലാമിലില്ല. ചൊല്ലിക്കൊടുത്ത് ചെല്ലലുമില്ല, അത് ഇസ്ലാമില്ല. അതൊക്കെ രാഷ്ട്രീയക്കാരെ നമ്മൾ പഠിച്ചതാണ്. ഒരാൾ ചൊല്ലിക്കൊടുക്കുക, ഒരാൾ ബാക്കിയുള്ളവർ ചെല്ല. തസ്ബീത്താണെങ്കിലുമില്ല, തക്ബീറാണെങ്കിലുമില്ല, ഒന്നുമില്ല. അങ്ങനെ സംഭവം ഇസ്ലാമില്ല. കൊട്ടും പാട്ടുമായിട്ട് ഒരു കാര്യം ഇസ്ലാമിലില്ല. അത് ദഫാണെങ്കിലും ശരി, അതാക്കിന്റെ എന്തായാലും പറയാ പിന്നെ നാസിക് ഡോൾ ആ ജാതി സാധനമാണെങ്കിലും ശരി, രണ്ടും ഇസ്ലാമിലില്ല. ചില മൗലവിമാര് ദഫ് അതിന്റെ ഒരു ഭാഗമാണ്. ദഫൊക്കെ കൊട്ടിയിട്ട് വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇല്ല, അതൊന്നും ഇസ്ലാമികല്ല, അത് ജാഹിലിയത്താണ്. ഉമാക്കാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി ഇല്ലാ മുക്കാഅം വതസ്ദിയ. അവർ പണ്ട് ഹജ്ജിന് വന്നപ്പോ അവര് കഅബത്തിന്റെ അടുത്ത് രണ്ട് കാര്യമായിരുന്നു. ഒന്ന് മുക്കാഅം വതസ്ദിയ, ഒന്ന് ചൂളം വിളിക്കുക. അത് ഇസ്ലാമിലില്ല. അതുപോലെ തന്നെ കയ്യടിക്കുക, കയ്യൊട്ടുക, ഈ രണ്ടും ഇസ്ലാമില്ല. ഈ പാട്ടും കളിയും നിങ്ങൾ ആലോചിച്ചു. ഇസ്ലാമിന്റെ ആരാധനയല്ലാത്ത ഏത് മതവിശ്വാസികളുടെ ആരാധനകൾ എടുത്തു നോക്കിയാലും അവിടെ ഒരു കൊട്ടും പാട്ടൊക്കെ ഉണ്ടാവും. ഹിന്ദു മതത്തെടുത്ത് നോക്കി, സിഖ് പിന്നെ മതത്തെ നോക്കി, ക്രിസ്ത്യാനികളെ നോക്കി, അവരുടെയൊക്കെ ആരാധന എന്ന് പറഞ്ഞാൽ തന്നെ മ്യൂസിക്കും പാട്ടും കൊട്ടൊക്കെയാണ്. അത് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അങ്ങനെ ആരാധനല്ല. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ, അത് തളർറുഅൻ, വളരെ വിനയത്തോടു റബ്ബിന്റെ മുന്നിൽ വിനയം പ്രകടിപ്പിച്ചുകൊണ്ട്, വഖുഫിയ, പതുക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പിന്നെ നോക്കൂ നിങ്ങൾ, പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യം തന്നെ നമ്മുടെ കാര്യങ്ങൾ ചോദിക്കലല്ല. ഒരു പ്രാർത്ഥന, നമ്മുടെ കാര്യം അള്ളാഹിനോട് പറയുമ്പോൾ ആദ്യം കുറച്ച് അള്ളാഹുവിനെ പുകഴ്ത്തണം വേണം. അള്ളാന്റെ അസ്മാഉൽ ഹുസ്നക്ക് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് സുന്ദരമായ നാമങ്ങളുണ്ട്, അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. യാ റഹ്മാൻ, യാ റഹീം, യാ മാലിക്, യാ ഹയ്യു യാ ഖയ്യൂം. അള്ളാന്റെ റസൂൽ എപ്പോഴും പറയുന്നത് വാക്ക് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം, ജീവനുള്ള എന്നെന്നും നിലനിൽക്കുന്ന റബ്ബേ, ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ സഹായം ചോദിക്കുന്നു. അവിടെയൊക്കെ അസ്മാഉൽ ഹുസ്നക്ക് ഒരു പ്രാധാന്യം. അള്ളാന്റെ പേര് വിളിക്കും. യാ അല്ലാ എന്നതല്ല കേട്ടോ. യാ അല്ലാ എന്നതല്ലാത്ത പേരുകളാണ് അധികവും ദുആയിലുണ്ടായിരുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ പ്രാസൊപ്പിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥന, അല്ലാ അങ്ങനെ ആക്കട്ടെ, അല്ലാ ഇങ്ങനെ ആക്കണേ, അല്ലാ. നിങ്ങൾ ആലോചിച്ച് ഒന്നും വല്ലാതെ കൂടുന്നുണ്ടെങ്കിൽ അർത്ഥം ഇസ്ലാമിലുണ്ടാവില്ല. അങ്ങനെ ഒരു വിളി ഇസ്ലാമിലില്ല. മറിച്ച് ബാക്കി അസ്മാഉൽ ഹുസ്നകൾ ബാക്കിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് രേഖകളുണ്ട്. യാ അല്ലാ എന്ന് പറയാം, അല്ലാഹുമ്മ എന്നുള്ളൂ. അല്ലാഹുമ്മ, യാ അല്ലാ, അല്ലാഹുമ്മ എന്ന് പറയാം. അല്ലാ 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 എന്ന് പറയല്ല. അതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കിക്കൊണ്ടല്ല. അല്ലാഹ് പറഞ്ഞത് യാ റഹ്മാൻ, യാ റഹീം, യാ വദൂദ്, യാ ഖുദ്ദൂസ്, യാ ഹയ്യ്, യാ ഖയ്യൂം. ഇഷ്ടം പോലെ അള്ളാന്റെ പേര് 99 പേരുകൾ കൃത്യമായ ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് സുന്ദരമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നതാണ്. അതുകൊണ്ട് റബ്ബിനോട് റബ്ബിന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പിന്നെ റബ്ബിനെ വല്ലാതെ പുകഴ്ത്ത്. ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന? സൂറത്തുൽ ഫാത്തിഹ. അതിലെന്താ പറയണത്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. പടച്ചോനെ, സിറാത്തുൽ മുസ്തഖീമിൽ എന്നെ നയിക്കണം, ജൂതന്മാരുടെയും നസ്രാണികളെയും മാർഗത്തിൽ നയിക്കല്ലേ. പക്ഷെ അതിന് എന്തൊക്കെ പറഞ്ഞു? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങിയത് നോക്കി നിങ്ങൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാൻ അർ-റഹീം, മാലിക് യൗമിദ്ദീൻ. പിന്നെയും പടച്ചോനെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇത്രയും കാര്യങ്ങൾ പടച്ച തമ്മിൽ ആദ്യം പറയേണ്ടത്. എന്നിട്ടാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അതൊരു പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പടച്ചതമ്പുരാനെ പുകഴ്ത്ത ഹദീസിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ റബ്ബ് നിങ്ങൾ പുകഴ്ത്തുന്നത് ഇഷ്ടപ്പെടുന്നു എന്നാണ്. റബ്ബിനെ പുകഴ്ത്തുന്നത്, എത്രത്തോളം റബ്ബിനെ പുകഴ്ത്താൻ പറ്റും. ഇനി പുകഴ്ത്തിയാൽ മാത്രം മതി, ഒന്ന് ചോദിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമ്മുടെ ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ അല്ലാഹു തആല അതൊരു പ്രാർത്ഥനയായി സ്വീകരിച്ചത് ഉത്തരം നൽകുന്നതാണ്. അല്ലേ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഫസ്തജബ്നാ ലഹു. ആ അള്ളാനെ പുകഴ്ത്തിക്കൊണ്ട് അങ്ങനെ പറയാം.
ആലോചിച്ചു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേര് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇല്ലെങ്കിൽ അത് പഠിക്കണം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്താൻ ഏറ്റവും പറ്റിയ ദുആ എന്താ? അത് തുടങ്ങുന്നത് അല്ലാഹുമ്മ ഗ്ഫിർലി എന്നല്ലല്ലോ. ആദ്യമായി അള്ളാഹുവിനെ പുകഴ്ത്തുക. ആദ്യമായി പടച്ചതമ്പുരാനെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വാന അബ്ദുക വാന അലാ അഹ്ദിക വവഅദിക മസ്തഅത്. ആദ്യം പറഞ്ഞിട്ട് അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ എന്റെ പടച്ചവനാണ്, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല. ഖലഖ്തനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വാന അലാ അഹ്ദിക വവഅദിക, നിന്റെ കരാറനുസരിച്ച് കണക്കനുസരിച്ചാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ദുആ തുടങ്ങുന്നത്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആകളൊക്കെ അങ്ങനെയാണ്. ഖുർആനിൽ വന്ന ദുആകളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോൾ പടച്ചവനെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് അപ്പൊ നമ്മളും അങ്ങനെ തന്നെയല്ലോ മനുഷ്യന്മാരോടൊക്കെ ഒന്ന് ഉയർത്തുക. മനുഷ്യന്മാരെ പൊക്കി പറഞ്ഞാൽ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടാവും. എന്നാൽ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ പൊക്കിയെത്തുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അത് പ്രാർത്ഥനയുടെ ഒരു മര്യാദയാണ്. അതേപോലെ തന്നെ ഖുർആനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകൾക്ക് പ്രാമുഖ്യം കൊടുക്കും. അതിനൊരു പ്രത്യേകത എന്താ? ഓരോ കാര്യം നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം. ഓരോ കാര്യവും നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം. പക്ഷെ അതിലേറെ ജവാമിഉൽ കലിം എന്ന പദങ്ങളാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ഉപയോഗിച്ചത്. ആലോചിച്ചു, അറഫാത്തിൽ ഹാജിമാർ നിൽക്കുമ്പോൾ ഒരു പ്രാർത്ഥന, അതൊരു ദിക്റാണ്. എന്താ പ്രധാനപ്പെട്ട ആ അറഫയിലെ പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ തവാഫ് ചെയ്യുമ്പോൾ റുക്നുൽ യമാനിയുടെയും അതിന്റെ ഹജറുൽ അസ്വദിന്റെ ഇടയിലുള്ള പ്രാർത്ഥന എന്താ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അത്തഹിയ്യാത്തിലെ പ്രാർത്ഥന. ഇമാമിന് പറ്റില്ല, പ്രത്യേകിച്ച് തിരക്കുള്ള ആളുകളൊക്കെ വരുന്ന പള്ളിയിലെ ഇമാമിന് പ്രാർത്ഥിക്കൽ അത്ര ഉത്തമല്ല. ഇമാമ് പെട്ടെന്ന് നിസ്കരിക്കണം. മൗമൂമിന് പ്രാർത്ഥിക്കാം. മൗമൂകളുടെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അത്തഹിയ്യാത്തിന് തൊട്ടുമുള്ള പ്രാർത്ഥന സലാം വിട്ടുന്നതിന്റെ മുമ്പ്. അത്തഹിയ്യാത്തിനെ നോക്കി അള്ളാഹിനെ പുകഴ്ത്താൻ അത്തഹിയ്യാതു ലില്ലാഹ് അൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു അസ്സലാമു അലൈക അയ്യുഹൻ നബി വറഹ്മത്തുള്ളാഹി വബറകാതുഹു അങ്ങനെ പറഞ്ഞു വരികയാണ്. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. എല്ലാം അതിൽ പെട്ടു എന്നാണ്. ഈ പ്രാർത്ഥനയ്ക്ക് പറയാ ജവാമിഉൽ കലിം എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊക്കെ അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും. വേണ്ടാത്തതൊന്നും അതിലുണ്ടാവില്ല. വളരെ ചുരുങ്ങിയ വാക്കുകൊണ്ട് ഒരുപാട് ആശയങ്ങൾ പടച്ചതമ്പുരാന്റെ മുന്നിൽ വെക്കുക. ഖുർആനിലെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ ദുനിയാവിൽ നല്ലത് തരണം, ആഖിറത്തിലും നല്ലത് തരണം, നരകത്തിൽ നിന്ന് മോചനം കിട്ടണം. മൂന്ന് കാര്യം എല്ലാം അതിൽ പെട്ടു. ദുനിയാവിൽ നല്ലത് തരണം എന്ന് പറഞ്ഞാൽ എല്ലാ നല്ലതും അതിൽ പെട്ടു. ഓരോന്നോരോന്ന് ചോദിക്കണ്ട എന്നല്ല, ചോദിക്കാം. പക്ഷെ അതിലേറെ പടച്ചതമ്പുരാന് ഇഷ്ടം എല്ലാം ചുരുക്കി ഒറ്റ ചോദ്യം. അത്തഹിയ്യാത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ഖബറിലെ ശിക്ഷ, അദാബുന്നാർ നരകത്തിലെ ശിക്ഷ, ഫിത്നത്തുൽ മഹ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ പരീക്ഷണങ്ങളിൽ നിന്നും അഭയം തേടുന്നു, വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ ആഖിറത്ത് സമാനിൽ വരുന്ന ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്നും അഭയം തേടുന്നതാണ്. എല്ലാം അതിൽ പെട്ടു. എല്ലാം അതിൽ പെട്ടു. അത്തഹിയ്യാത്തിന്റെ അവസാനം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നത് ഈ ദുആ വളരെ പ്രാധാന്യത്തോടുകൂടെ പഠിപ്പിച്ചു കൊടുത്തിരുന്നതാണ്. മാത്രമല്ല പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളും സമയങ്ങളുമൊക്കെ തെരഞ്ഞെടുക്കണം. സ്ഥലങ്ങളും സമയമൊക്കെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതാണ്. അപ്പോൾ പ്രാർത്ഥന ഉണ്ട്. ബാങ്ക് കൊടുത്താൽ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥന. പക്ഷെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അസ്സുലുസുൽ ലൈലുൽ അഖീർ, രാത്രിയുടെ അവസാനത്തെ ആ മൂന്നിലൊന്ന്, സുബ്ഹിയുടെ മുമ്പ് ഉണരുകയാണെങ്കിൽ പ്രാർത്ഥിച്ച വല്ലാതെ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ്. രാത്രിയുടെ അന്ത്യയാമം, അവസാനത്തെ ആ മണിക്കൂറുകളിലുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു.
വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. ഏതോ ഒരു സാഹത്ത് എന്നാ പറയുക, ഒരു മിനിറ്റ് ആവാം, സെക്കൻഡ് ആവാം, മണിക്കൂറാവാം, അല്ലാഹു അലം. വെള്ളിയാഴ്ചത്തിൽ ഒരു ദിവസമുണ്ട്. ചിലർ പറഞ്ഞത് ഇമാമ മെമ്പറും ഒക്കെ ആയിരുന്ന സമയത്ത്. ചില കിതാബിൽ കാണാം ഇമാമ മെമ്പറും ഒന്ന് ഇരിക്കുമല്ലോ, ഒന്ന് ഇരുന്നിട്ട് രണ്ടാം ഖുതുബക്ക് എഴുന്നേൽക്കുമല്ലോ. ആ സമയത്ത് അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥനക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യുന്ന സ്ഥലമാണ്. രാത്രിയിൽ അന്ത്യയാമങ്ങളിൽ അല്ലാഹു തആല പാപികളുടെ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി ഏഴാനാകാശത്തുനിന്ന് ഇറങ്ങി വരും. എങ്ങനെയെന്ന് അറിയില്ലട്ടോ. അതങ്ങനെ തന്നെ വിശ്വസിക്കാന്നല്ലാതെ വ്യാഖ്യാനിക്കാനോ തള്ളിക്കളയാനോ പാടില്ല എന്നല്ല. അത് മുഅ്തസിലിയാക്കളാണ് തള്ളിക്കളഞ്ഞത് വ്യാഖ്യാനിച്ചത്. അഹ്ലുസുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം യലീഖു ബിഹി, പടച്ചതമ്പുരാൻ എങ്ങനെയാണോ വരുന്നത് അങ്ങനെ വരും. എന്നിട്ടോ പാപികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുക. ആരെങ്കിലും ഉണ്ടോ എന്നോട് ചോദിക്കാൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. അപ്പോ ഒരു മനുഷ്യന് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവുമ്പോൾ രാത്രിയൊക്കെ ഒന്ന് എഴുന്നേറ്റ് അതിന് ആ സ്പെഷ്യൽ സമയത്ത് സ്പെഷ്യൽ പ്രാർത്ഥന മതി, ഒക്കെ അള്ളാഹ്ക്ക് ഇഷ്ടാൻ. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനത്തെ സമയങ്ങളിലൊക്കെ അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്നു. സമയവും സന്ദർഭമൊക്കെ തിരഞ്ഞെടുക്കുക. മറ്റൊന്ന്, നമ്മള് ഒരാൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പാടില്ല, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ലഹ്റുൽ ഗൈബ്, മറ്റൊരാളുടെ അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വലിയ ഉത്തരം കിട്ടുന്ന കാര്യമാണ്. വലക്കബി മിസിൽ, നിനക്കും അതുപോലെ ഉണ്ട് എന്ന് പറയുന്നത്. നിങ്ങൾ പ്രവാചകന്മാർ പ്രാർത്ഥന നോക്കൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു, റബ്ബന ഗ്ഫിർ ലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. ഈ പ്രവാചകന്മാർക്ക് പ്രാർത്ഥന അവരവർക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചിട്ടില്ല. റബ്ബന ഗ്ഫിർ ലി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ, വലിവാലിദയ്യ എന്റെ മാതാപിതാക്കൾ, വലിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു തരണേതാണ്. അപ്പൊ ആദ്യം അവനാന്റെ കാര്യം, അവനാന്റെ ആരോഗ്യം, അവനാന്റെ വിദ്യാഭ്യാസം, അവനാന്റെ ജോലി, ഇതൊക്കെ പ്രാർത്ഥിക്കാം. റബ്ബി ഗ്ഫിർ ലി. പണ്ഡിതന്മാർ അങ്ങനെ പറയും. നമുക്കുള്ള എല്ലാ കാര്യങ്ങളും, അവനാന്റെ പരലോകം, അവനാന്റെ ഖബർ, ബർസഖിയായ കാര്യങ്ങള്, നമുക്കിടെ രോഗങ്ങള് ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മുടെ മാതാപിതാക്കൾ, വലി വാലിദയ്യ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞാൽ വലിൽ മുഅ്മിനീൻ വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ മുഅ്മിനീങ്ങളും. നൂഹ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, റബ്ബി ഗ്ഫിർ ലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീൻ, റബ്ബി ഗ്ഫിർ ലി വലി വാലിദയ്യ വലിൽ മുഅ്മിനീൻ. നൂഹ് നബിയുടെ പ്രാർത്ഥന അങ്ങനെയാണ്, പടച്ചവനെ എനിക്ക് നീ പുറത്തു തരണം, പിന്നെ എന്റെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം, പിന്നെ മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണം എന്നാണ്. ഒരിക്കലും സ്വന്തം പ്രാർത്ഥിക്കാൻ പാടില്ല. എല്ലാ കാര്യത്തിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പടച്ചോനല്ലേ, നമ്മൾ ബേജാറാകും, നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടാവും, എല്ലാവർക്കും കിട്ടിക്കോട്ടെ. ഇത് പ്രവാചകന്മാർക്കൊരു മനസ്സാണ്. ആ മനസ്സ് ഖുർആനിൽ വരാൻ കാരണം അത് മുഅ്മിനീങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ ഇത്തരം ആദാബുകളൊക്കെ നമ്മൾ ശീലിക്കണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതൊരു പ്രാർത്ഥനയുടെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതിന്റെ ഒരു പരിപൂർണതയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യം കൂടി ഇന്ന് സൂചിപ്പിച്ചത്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരു കാര്യം, ഈ ദുആ കഴിഞ്ഞാൽ മുഖത്ത് കരുതുന്ന ഒരു സമ്പ്രദായമുണ്ട്, മുഖം തടവുക എന്നത്. അത് ദുർബലമായ ഹദീസുകൾ അതിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് എന്റെ ആവശ്യമില്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞിട്ടൊരു മുഖം തടവുക എന്നതില്ല എന്നതാണ്. പക്ഷേ അത് ശാസ്ത്രീയമായിട്ടൊക്കെ മെഡിറ്റേഷൻ, നമ്മൾ മാത്രമല്ല പലരും ചെയ്യും. പാമിംഗ് എന്ന് പറയുന്ന ഒരു ഏർപ്പാട്, പാമിംഗ്, നമ്മുടെ കൈ വെച്ചിട്ട് കണ്ണൊക്കെ ഒന്നിങ്ങനെ ആക്കിയാൽ ഒരു ഫ്രഷ്നെസ് ഉണ്ടാകുമെന്ന് ശാസ്ത്രമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ചെയ്യാന്നല്ലാതെ അതൊരു ഇസ്ലാമികമായി കൂലി കിട്ടുന്ന കാര്യം എന്ന രൂപത്തിൽ പറയാവതല്ല എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോ മുഖം തടവേണ്ടതില്ല. ഇമാം ഷാഫി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, മുഖം തടവേണ്ടതില്ല. അതെങ്ങനെ വന്നു, അങ്ങനെ വന്നതായിരിക്കും എങ്ങനെയെങ്കിലും. പക്ഷെ ലൈഫായ ദുർബലമായ ഹദീസുകളുണ്ട്. അതൊരു ചെയ്യാവുന്ന, പ്രോത്സാഹിപ്പിക്കാവുന്ന കാര്യമായിട്ട് ഹദീസുകൾ വന്നിട്ടില്ല. എന്നാൽ കൈ ഉയർത്തലാണെങ്കിൽ ഹദീസ് വന്നിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. പിന്നൊന്ന്, നാളെ മറ്റൊന്ന് സ്കൂൾ തുറക്കുകയാണ്. രക്ഷിതാക്കളുടെ, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം, രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം മറക്കരുത്. പലരും അന്നുപോലും കുട്ടികളിട്ടൊന്നും പോകാൻ ഒഴിവില്ലാത്ത രക്ഷിതാക്കളാണ്. അപ്പൊ നമ്മൾ പോകണം. സ്കൂളുകളിലൊക്കെ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രാവശ്യം ഈ കാലഘട്ടമൊക്കെ മയക്കുമരുന്നിന്റെ ഇതിന്റെയൊക്കെ കാലഘട്ടങ്ങളാണ്, മൊബൈൽ ഫോണിന്റെ ഒക്കെ കാലഘട്ടം. അപ്പോ പഴയ പോലൊന്നും അത് ലാഘവത്തോടുകൂടി കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോയാക്കിയിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. നിരന്തരമായിട്ട് അധ്യാപകര്
രക്ഷിതാക്കള്, സർക്കാർ, ഇത് മൂന്നും കൂടി ശ്രമിച്ചാലേ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കഴിയുമെന്നുള്ള ബോധം നമ്മുടെ കുട്ടികളെ, പ്രത്യേകിച്ച് ഹൈസ്കൂൾ തലത്തിലൊക്കെ കുട്ടികളെ കൊണ്ട് ചേർക്കുമ്പോൾ, പ്ലസ് ടുവിനൊക്കെ കുട്ടികളെ കൊണ്ട് ചേർക്കുമ്പോൾ അവിടെ ആ നിർദ്ദേശം, അതിനും കൂടി ഒഴിവില്ലാത്ത രക്ഷിതാക്കളെ നമ്മളൊക്കെ നാട്ടിൽ ഒപ്പിട്ട് പോകാനുള്ള ആൾക്കാരാണ്. ആ ഒപ്പിടലൊക്കെ നിർത്തിയിട്ട് നമ്മളൊക്കെ ശ്രദ്ധിച്ചാലേ നമ്മുടെ സമൂഹം രക്ഷപ്പെടുമെന്ന് മനസ്സിലാക്കണം. അപ്പോഴേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം കിട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളെന്നെ ഇങ്ങനെയൊക്കെ ആയാൽ, നമ്മളൊക്കെ നേരെ തിരിച്ചാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവില്ല. പ്രത്യേകം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.